ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ എങ്ങനെ ഒരു പേസ്ട്രി കേക്ക് തയ്യാറാക്കിയെടുക്കാമെന്നുള്ളതാണ്. ഐസിങ് എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ എങ്ങനെ സിമ്പിളായി ഈ കേക്ക് തയ്യാറാക്കിയെടുക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ ഒരു മുട്ട ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1/4 കപ്പ് പഞ്ചസാര, ഇതൊന്ന് പൊടിച്ച പഞ്ചസാരയുടെ അളവാണ് ഞാൻ പറയുന്നത്. 1/4 കപ്പ് പഞ്ചസാര കൂടെ ഇതേ ബൗളിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം മുട്ടയോടൊപ്പം. ഇനി ഈ മുട്ടയും പഞ്ചസാരയും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്താലും മതിയാകും, അല്ലെങ്കിൽ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് ബീറ്റ് ചെയ്തെടുത്താലും മതിയാകും. എന്തായാലും ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞു കിട്ടണം. ഇപ്പോൾ ഈ മുട്ടയും പഞ്ചസാരയും നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ബട്ടറാണ്. ഈ ബട്ടർ കൂടെ ചേർത്ത ശേഷം ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ലൊരു ഫ്ലഫി ആയിട്ടുള്ള ഫോമിൽ കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ അത്രയും കൂടെ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് ചെയ്താൽ മതിയാകും. ഈ ബട്ടർ കൂടെ ഇതോടൊപ്പം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് പാലാണ്. ഈ പാല് ഫ്രിഡ്ജിൽ വെച്ചതാവരുത്, റൂം ടെമ്പറേച്ചറിൽ തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലായിരിക്കണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വിനിഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് ചേർക്കുമ്പോൾ ഈ മുട്ടയുടെ ആ സ്മെല്ലൊക്കെ ഒന്ന് മാസ്ക് ചെയ്യും. ഇത്രയും ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ബീറ്റർ ഉപയോഗിച്ച് ഒന്നുകൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്കിനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 കപ്പ് മൈദാമാവാണ്. 2 കപ്പ് മൈദാമാവിനോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ഇതിലൂടെ തന്നെ ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി വ്യത്യാസം വരും. അപ്പോൾ കൂടുതൽ ഹാർഡായി പോവുകയാണെങ്കിൽ കുറച്ച് പാൽ കൂടെ ചേർത്താൽ മതി. അതിനുകൂടെയുള്ള പാലൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായാൽ മതിയാകും. ഇപ്പോൾ ഞാൻ ഈ മാവെല്ലാം ഇതിലേക്കൊന്ന് അരിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് തവി കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. തവി കൊണ്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ബീറ്റർ ഉപയോഗിച്ചത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഒരു 3-4 മിനിറ്റ് സമയം എടുത്ത് തന്നെ ഇത് ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു ഫ്ലഫി ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ കൊണ്ടുവരണം. അപ്പോൾ മാത്രമേ കേക്കിന് ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടുകയുള്ളൂ. എനിക്കിപ്പോൾ ഇതിലേക്ക് അഡീഷണലായിട്ട് പാലൊന്നും ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. നിങ്ങൾക്ക് കൺസിസ്റ്റൻസി വ്യത്യാസം വരുവാണെങ്കിൽ കുറച്ച് പാൽ കൂടെ ചേർത്ത് ഒന്ന് ലൂസാക്കി എടുത്താൽ മതിയാകും. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് ഈ മോൾഡിലേക്കൊന്ന് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് മുന്നേ ഇതിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബട്ടർ പേപ്പർ കൂടെ ഇതിൻ്റെ അളവിലൊന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ബാറ്റർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ബേക്ക് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ ഈ ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാലും ഹാർഡായി പോയി കഴിഞ്ഞാലും കേക്ക് അത്ര പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ശ്രദ്ധിച്ചൊന്ന് ബാറ്റർ തയ്യാറാക്കി എടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, എയർ ബബിൾസ് ഒക്കെ ഒന്ന് പുറത്ത് പോകുന്നതിന് വേണ്ടിയിട്ട്. അതിനുശേഷം ഞാനിതൊരു പാനിലാണ് തയ്യാറാക്കുന്നത്. അതുപോലെ ഈ പാനിൽ ഇതുപോലുള്ള ഹോൾസ് ഉണ്ടെങ്കിൽ അത് കുറച്ച് മൈദമാവ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 30 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഈ കേക്ക് ഒന്ന് ബേക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാ സൈഡും കറക്റ്റായിട്ടൊന്ന് ബേക്കായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമുക്കൊരു ടൂത്ത് പിക്ക് വല്ലതും വെച്ച് ഒന്ന് കുത്തി നോക്കാം. കേക്ക് കറക്റ്റായിട്ടൊന്ന് ബേക്കായി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ ബട്ടർ പേപ്പറെല്ലാം ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. കറക്റ്റായിട്ടത് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റണം. ഇതെല്ലാം ഒന്ന് പീസസ് ആക്കി മാറ്റി വെച്ച ശേഷം ഇതിലേക്കുള്ള വിപ്പിംഗ് ക്രീം തയ്യാറാക്കുന്നതിനായി നേരത്തെ തന്നെ
ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ള ഒരു ബൗളാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വെച്ച ശേഷം നേരത്തെ തയ്യാറാക്കിയ കേക്ക് ഞാനൊന്ന് പീസാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. മുകളിലത്തെ ഒരു ലെയർ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് പിന്നീട് അത് 2 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ കട്ട് ചെയ്ത് ഈ ഒരു ലെയറിലേക്ക് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. അതിനുശേഷം മുകളിലേക്ക് മറ്റൊരു ലെയർ കൂടെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ നമുക്ക് ഈ ഐസിങ് എക്യുപ്മെൻറ്റ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അതിനുശേഷം ഞാൻ ഈ 2 ലെയറും വെച്ചിട്ട് മുകളിലും കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചോക്ലേറ്റിൻ്റെ പീസസ് കൂടെ വെക്കുന്നു. ഒരു ചെറി കൊണ്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നു. അതുപോലെ തന്നെ എല്ലാ പീസും ഞാനൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനിതെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. ഇങ്ങനെ പീസസ് ആക്കി കട്ട് ചെയ്ത ശേഷം നമ്മൾ ഈ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുമ്പം വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്കിതൊന്ന് എല്ലാ സൈഡിലും അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഐസിങ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ വേണം. അപ്പോൾ ഇത് നമ്മൾ സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം പറയാൻ മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.